റെലവൻറ്റ് കോസ്റ്റ് അനാലിസിസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഗോൾഡൻ ക്വസ്റ്റ്യൻ വായിച്ചല്ലോ അല്ലേ, ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഗോൾഡൻ ബേർഡ് എയർലൈൻസ് ഓപ്പറേറ്റ്സ് ഇറ്റ്സ് സർവീസസ് അണ്ടർ ദ ബ്രാൻഡ് ഗോൾഡൻ ബേർഡ്. ഗോൾഡൻ ബേർഡ് റൂട്ട് നെറ്റ്വർക്ക് സ്പാൻസ് പ്രൊമിനൻറ്റ് എന്തോ കാര്യം പറയണ്ട, നമുക്ക് വേണ്ട, ഇവിടെ നോക്കിയത്. Profit of the Golden Bird have been decreasing for several years. In an effort to improve the company's performance, consideration is being given to dropping several flights that appear to be unprofitable. Income statement of one such flight from New Delhi to Leh is given below. അപ്പോൾ ഇവര് പ്രോഫിറ്റബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയില്ലേ ചില ഫ്ലൈറ്റ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ പണ്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ CA പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഈ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. ഈ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എയറോപ്ലെയിൻ അല്ല. എയറോപ്ലെയിൻ ആണെന്ന് പറഞ്ഞ് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം തെറ്റിപ്പോവും. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എയറോപ്ലെയിൻ അല്ല, ഒരു യാത്രയ്ക്കാണ് ഒരു ഫ്ലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. പെർ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. ഓക്കെ, ഒരു സ്ഥലത്ത് നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് വേറൊരു സ്ഥലത്ത് ലാൻഡ് ചെയ്യുക, അതാണ് ഫ്ലൈറ്റ്. അല്ലാണ്ട് എയറോപ്ലെയിനിനെ കുറിച്ചല്ല ഇവർ പറയണത്. അപ്പം ന്യൂ ഡൽഹിയിൽ നിന്ന് ലേയിലേക്കുള്ള ഒരു ഫ്ലൈറ്റ്, അതിൻ്റെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് കണ്ടോ. ആ ഫ്ലൈറ്റ് ലാസ്റ്റ് ലൈൻ നോക്കിയാൽ ലോസ് ആണ് അവർക്ക്. അപ്പോൾ ഇവർ തീരുമാനിച്ചു, ഓക്കെ ഈ ഫ്ലൈറ്റ് ഇനി മുതൽ വേണ്ടാന്ന് വെച്ചാൽ ഈ യാത്ര നമുക്ക് ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കിയാൽ മതി. ഓരോ യാത്ര ഒഴിവാക്കിയാലും 1,58,000 രൂപ നഷ്ടമാണല്ലോ, അത് ഒഴിവാക്കി കിട്ടുമല്ലോ. അതാണ് അവർ തന്നേക്കുന്നത്. അതിൻ്റെ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷനൊക്കെ തന്നിട്ടുണ്ട്. Using the data available, prepare an analysis showing what impact dropping flight GB022 would have on the airline's profit. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലൈറ്റ്, ഈ യാത്ര ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രോഫിറ്റ് കുറയോ കൂടുമോ, നമ്മൾ റെലവൻറ്റ് കോസ്റ്റ് അനാലിസിസ് വെച്ചിട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ സേവിങ്സും അഡീഷണൽ കോസ്റ്റും വെച്ചിട്ട് നമ്മൾ ചെയ്യും. ഓക്കെ അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നോക്കിയേ, ഇവരുടെ റവന്യൂ, ടിക്കറ്റ് റവന്യൂ ഒക്കെ തന്നിട്ടുണ്ട്. 175 സീറ്റാണ്, അതിൽ 60% ഒക്കുപ്പൻസി ഉള്ളു, യാത്രക്കാരുള്ളു. ഒരു ടിക്കറ്റിന് 7,000 രൂപയാണ്. ആ ഫിഗർ ഉണ്ട്. വേരിയബിൾ കോസ്റ്റ് 1,400 വെച്ചിട്ടുള്ള ഒരു ഫിഗർ ഉണ്ട്. കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ എല്ലാ എക്സ്പെൻസസ് നോക്കുക. ഫ്ലൈറ്റിൻ്റെ എക്സ്പെൻസ്, സാലറീസ് ഓഫ് ഫ്ലൈറ്റ് ക്രൂ ഉണ്ട്, സാലറി ഓഫ് ഫ്ലൈറ്റ് അസിസ്റ്റൻ്റ് ഉണ്ട്, ബാഗേജ് ലോഡിങ് ആൻഡ് ഫ്ലൈറ്റ് പ്രിപ്പറേഷൻ, ഓവർനൈറ്റ് കോസ്റ്റ് ഫോർ ഫ്ലൈറ്റ് ക്രൂ ആൻഡ് അസിസ്റ്റന്റ് അറ്റ് ദ ഡെസ്റ്റിനേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ന്യൂഡൽഹിയിൽ നിന്ന് ലേയിലേക്കല്ലേ പോണത്. അപ്പോൾ ലേയിൽ ഇവർ താമസിക്കണമല്ലോ, അതിന് അക്കോമഡേഷനൊക്കെ കൊടുക്കണ്ടേ ഇവർക്ക്, അതിൻ്റെ കോസ്റ്റ്, ഈ എയർക്രാഫ്റ്റിൻ്റെ ഫ്യൂവലിൻ്റെ കോസ്റ്റ്, ഡിപ്രീസിയേഷൻ ഇസ് ബേസ്ഡ് ഓൺ ഒബ്സലസൻസ് എന്ന് പറയുന്നുണ്ട്. ഒബ്സലസൻസ് എന്ന് പറഞ്ഞാൽ കാലം കഴിയും തോറും ഇത് ഉപയോഗശൂന്യമായി വരൂലേ, അങ്ങനത്തെ ഡിപ്രീസിയേഷനാണ്. ലയബിലിറ്റി ഇൻഷുറൻസ് ഉണ്ട്, ഫ്ലൈറ്റ് പ്രൊമോഷൻ ഉണ്ട്, ഹാങ്ങർ പാർക്കിംഗ് ഫീ, ഇത്രയും എക്സ്പെൻസ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നോട്ടും ഉണ്ട്. ഓക്കെ, നമുക്ക് ഏതിനൊക്കെയാണ് നോട്ട് ഉള്ളതെന്ന് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാമല്ലോ. മെമ്പേഴ്സ് ഓഫ് ദ ഫ്ലൈറ്റ് ക്രൂ ആനുവൽ സാലറി, ഫ്ലൈറ്റ് അസിസ്റ്റൻ്റ് ആർ പെയ്ഡ് ബൈ ഫ്ലൈറ്റ്. അപ്പോൾ ഇവിടെ ഇത് രണ്ടിനും നോട്ടുണ്ട്. പിന്നെ ബാഗേജ് ആൻഡ് ലോഡിങ് ആൻഡ് ഫ്ലൈറ്റ് പ്രിപ്പറേഷൻ, ഇതിനൊരു നോട്ടുണ്ട്. ലയബിലിറ്റി ഇൻഷുറൻസിൻ്റെ കാര്യത്തിന് ഒരു നോട്ടുണ്ട്. ലയബിലിറ്റി ഇൻഷുറൻസ്, ഹാങ്ങർ പാർക്കിംഗ് ഫീനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു നോട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾക്ക് നോട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കി നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇങ്ങനെ ചെയ്താലോ. നെറ്റ് ഇൻക്രിമെൻ്റൽ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഡ്രോപ്പിംഗ് ദിസ് ഫ്ലൈറ്റ്. ഈ ഫ്ലൈറ്റ് ഒഴിവാക്കിയ പ്രോഫിറ്റ് കൂടോ കുറയോ അത് കണ്ടുപിടിച്ചാൽ പോരെ. ആ രീതിയിലാണ് ചെയ്യാൻ പോണത് കേട്ടോ. നെറ്റ് ഇൻക്രിമെൻ്റൽ റെലവൻറ്റ് കോസ്റ്റ് അനാലിസിസ് ആണ്. നെറ്റ് ഇൻക്രിമെൻ്റൽ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഡ്രോപ്പിംഗ് ഫ്ലൈറ്റ് GB
22 എത്രയാണെന്ന് വെച്ചാൽ അത് എഴുതുക. നെറ്റ് ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഡ്രോപ്പിംഗ്. ഈ ഫ്ലൈറ്റ് ഡ്രോപ്പ് ചെയ്താൽ ലാഭമാണോ നഷ്ടമാണോ എന്നാണ് നോക്കാൻ പോണത് കേട്ടോ. പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്. അപ്പോ ഈ ഫ്ലൈറ്റ് ഡ്രോപ്പ് ചെയ്ത സേവിങ്സ് ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ സേവിങ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ കോസ്റ്റും ഉണ്ട്. എന്ത് കോൺട്രിബ്യൂഷൻ പോകൂലേ, ഈ ഫ്ലൈറ്റിന്റെ കോൺട്രിബ്യൂഷൻ പോകും. അത് ഞാൻ ലെസ് ആയിട്ട് എഴുതും. ആദ്യം സേവിങ്സ് ഒക്കെ എഴുതാം അല്ലേ. ഈ ഫ്ലൈറ്റ് ഒഴിവാക്കിയ 5,88,000 കോൺട്രിബ്യൂഷൻ പോകൂലേ. അപ്പൊ അത് നമുക്ക് ഒരു ലോസ് ആണ്. ബാക്കി എന്തൊക്കെയാ സേവിങ്സ് നോക്കാം. അപ്പൊ ആദ്യം തന്നെ സാലറിന്ന് തുടങ്ങാം. ഈ 1,70,000 31,500 സാലറീസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ആദ്യം നമുക്ക് അത് നോക്കാം. ഓക്കെ, സാലറീസ്. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? മെമ്പേഴ്സ് ഓഫ് ദ ഫ്ലൈറ്റ് ക്രൂ ആർ പെയ്ഡ് ഫിക്സഡ് ആനുവൽ സാലറി വേറാസ് ഫ്ലൈറ്റ് അസിസ്റ്റൻസ് ആർ പെയ്ഡ് ബൈ ഫ്ലൈറ്റ്. അപ്പോൾ ഇവരുടെ സാലറി നമുക്ക് ഒഴിവാക്കാൻ പറ്റും, കാരണം ദേ ആർ പെയ്ഡ് ബൈ ഫ്ലൈറ്റ്. മറ്റവർക്ക് ആനുവൽ സാലറി, ഫിക്സഡ് സാലറി ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലൈറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ സാലറി ഇങ്ങനെ തന്നെ കൊടുക്കേണ്ടി വരും. അപ്പൊ എനിക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് ആരുടെ സാലറിയാണ്? സേവിങ്സ് ഇൻ സാലറി ഓഫ് ഫ്ലൈറ്റ് അസിസ്റ്റന്റ് നമുക്ക് എഴുതാൻ പറ്റും. 31,500 സേവിങ് ആണ്. സേവിങ്സ് ഇൻ സാലറി ഓഫ് ഫ്ലൈറ്റ് അസിസ്റ്റന്റ് 31,500. ഇത്രയും ലാഭിക്കാം. അടുത്തത് ബാഗേജ് ലോഡിംഗ് ആൻഡ് ഫ്ലൈറ്റ് പ്രിപ്പറേഷൻ. അതിനെന്തോ നോട്ട് ഉണ്ട്, നോക്കാം. The baggage loading and flight preparation expenses and allocation of ground crew salary and depreciation of ground expenses. കണ്ട, ഇതൊരു allocation expenses ആണ്. Allocated expenses is not relevant for a decision. കാരണം ഈ ഫ്ലൈറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എക്സ്പെൻസ്, ടോട്ടൽ എക്സ്പെൻസ് വിൽ റിമെയിൻ സെയിം. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ നോട്ടായിട്ട് നമ്മൾ എഴുതും, കുറച്ച് സ്ഥലം വിട്ടിട്ട് നോട്ടായിട്ട് എഴുതും. Baggage loading and flight preparation expense is irrelevant. Baggage preparation and baggage loading and preparation expense is irrelevant. Irrelevant for the decision, as it is just an allocated expense. ഉണ്ടോ? അലോക്കേറ്റഡ് എക്സ്പെൻസ് ആണ്. ടോട്ടൽ എക്സ്പെൻസ് വിൽ റിമെയിൻ സെയിം ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ദ ഫ്ലൈറ്റ് ഇസ് ക്യാൻസൽഡ് ഓർ നോട്ട്. ഫ്ലൈറ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും ടോട്ടൽ എക്സ്പെൻസ് സെയിം ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് ആവശ്യമില്ല. അതേപോലെ സാലറി ഓഫ് ഫ്ലൈറ്റ് ക്രൂ, അത് നോട്ടിൽ എഴുതാട്ടോ. ഞാൻ ഇപ്പോൾ എഴുതിയില്ലെന്നേ ഉള്ളൂ, നമുക്ക് അത്ര സമയം കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. സാലറി ഓഫ് ഫ്ലൈറ്റ് ക്രൂ ഫിക്സഡ് ആണ്, ഇറലവൻറ്റ്. അത് നോട്ടിൽ എഴുതാവുന്നതാണ്, ഫിക്സഡ് ഇറലവൻറ്റ്. ഇനി അടുത്തത് ഓവർ നൈറ്റ് കോസ്റ്റ് ഇല്ലേ, അതിന് നോട്ടൊന്നുമില്ല. ഓവർ നൈറ്റ് കോസ്റ്റ് ഓഫ് ഫ്ലൈറ്റ് ക്രൂ ആൻഡ് അസിസ്റ്റന്റ് അറ്റ് ഡെസ്റ്റിനേഷൻ. അവിടെ നിൽക്കട്ടെ, നമുക്ക് ലാസ്റ്റ് നോക്കാം. അവിടെ നിൽക്കട്ടെ കേട്ടോ. ഫ്യൂവൽ ഫോർ എയർക്രാഫ്റ്റ് നോട്ടൊന്നുമില്ല. ഫ്യൂവൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമല്ലോ, ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്താൽ ഫ്യൂവൽ ഒഴിവാക്കാൻ പറ്റും. അപ്പൊ സേവിങ്സ് ഇൻ ഫ്യൂവൽ കോസ്റ്റ് 2,38,000 ഫ്യൂവൽ ഒഴിവാക്കാൻ പറ്റും. സേവിങ്സ് ഇൻ ഫ്യൂവൽ കോസ്റ്റ്. ഡിപ്രീസിയേഷൻ ഓൺ എയർക്രാഫ്റ്റ് അത് ഇറലവൻ്റ് ആണ്, നോട്ട് എഴുതുകയുള്ളൂ നമ്മൾ. കാരണം എന്താണെന്ന് പറയട്ടെ, ഡിപ്രീസിയേഷൻ ഓൺ എയർക്രാഫ്റ്റ് ബേസ്ഡ് ഓൺ ഒബ്സലസൻസ് എന്ന് പറയുന്നത്. ഒബ്സലസൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയട്ടെ, ഇപ്പോൾ ഒരു സാധനം ഇങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ ഒബ്സലീറ്റ് ആയി പോകും, ടെക്നോളജി ഒക്കെ ഒബ്സലീറ്റ് ആയി പോകില്ലേ. ഇപ്പോൾ ഫ്ലോപ്പി ഡിസ്ക്, ഇപ്പോൾ ആരും ഫ്ലോപ്പി ഡിസ്ക് ഉപയോഗിക്കണില്ലല്ലോ, കാരണം ആ ഒരു ടെക്നോളജി ഒബ്സലീറ്റ് ആയി പോയി. ഓക്കെ, അങ്ങനത്തെ സംഭവത്തിനാണ് ഒബ്സലസൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ ഓൺ എയർക്രാഫ്റ്റ് ഇസ് ബേസ്ഡ് ഓൺ ഒബ്സലസൻസ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യാത്ര ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും
എയർക്രാഫ്റ്റ് പഴയതായിക്കൊണ്ടിരിക്കണല്ലേ, മനസ്സിലായോ? അപ്പൊ അത് ഇറലവൻറ്റ് ഫോർ ദ ഡിസിഷൻ ആണ്. ദിസ് ഡിപ്രീസിയേഷൻ ഇസ് ബേസ്ഡ് ഓൺ ഒബ്സലസൻസ് ഹെൻസ് ഇറലവൻറ്റ്. നോട്ടിൽ എഴുതാം നമുക്ക് കേട്ടോ, നോട്ടിൽ എഴുതിക്കോ, അടുത്ത നോട്ടായിട്ട് എഴുതിക്കോ. ഡിപ്രീസിയേഷൻ ഇസ് ബേസ്ഡ് ഓൺ ഒബ്സലസൻസ് ഹെൻസ് ഇറലവൻറ്റ്. കാരണം ഈ യാത്ര ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒബ്സലീറ്റ് ആവാനുള്ള സാധനം ഇങ്ങനെ കാലം കഴിയുന്നതോറും ഒബ്സലീറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഡിപ്രീസിയേഷൻ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, ഇറലവൻറ്റ്. അടുത്തത് ലയബിലിറ്റി ഇൻഷുറൻസ്. അതിന് നോട്ടുണ്ട്. ലയബിലിറ്റി ഇൻഷുറൻസ്, 1/3 of the liability insurance is a special charge assessed against flight GB022 because in the opinion of the insurance company, destination of the flight is in a high risk area. ഈ ലേ എന്ന് പറയുന്നത് ഹൈ റിസ്ക് ഏരിയ ആണ്. അതുകൊണ്ടാണ് ഇൻഷുറൻസ് കമ്പനി ഈ ഇൻഷുറൻസിന്റെ 1/3 സ്പെഷ്യലായിട്ട് ചാർജ് ചെയ്തിരിക്കുന്നത്. വിച്ച് മീൻസ് നമ്മൾ ഈ ഫ്ലൈറ്റ് ഒഴിവാക്കുവാണെങ്കിൽ എൻ്റെ ഇൻഷുറൻസ് 1/3 കുറയും. 2/3 കോമൺ ആണ്, എല്ലാ ഫ്ലൈറ്റിനും ഇൻഷുറൻസ് ഉണ്ടാവും. ഇത് ഹൈ റിസ്ക് ഏരിയയിലേക്ക് ആയതുകൊണ്ടാണ് 1/3 ഇൻഷുറൻസ് എക്സ്ട്രാ വന്നിരിക്കുന്നത് എന്നാണ് പറയണത്. അപ്പൊ സേവിങ്സ് ഇൻ ഇൻഷുറൻസ് കോസ്റ്റ് നമുക്ക് എഴുതാം. സേവിങ്സ് ഇൻ ഇൻഷുറൻസ് കോസ്റ്റ് ഓഫ് ഹൈ റിസ്ക് ഏരിയ. ഹൈ റിസ്ക് ഏരിയയുടെ ഇൻഷുറൻസ് കോസ്റ്റ് ലാഭിക്കാൻ പറ്റും. 1/3, 147ന്റെ 1/3 49,000. അത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് ഫ്ലൈറ്റ് പ്രൊമോഷൻ. അത് ലാഭിക്കാൻ പറ്റുമല്ലോ. ഈ എന്താ ഫ്ലൈറ്റ് പ്രൊമോഷൻ എന്ന് പറയുന്നത് നമ്മൾ ആഡൊക്കെ എടുക്കും കാണൂലേ, ഡൽഹി ടു ലേ ഈ ഒരു ഫ്ലൈറ്റ് ഉണ്ട്, നൗ സ്റ്റാർട്ടിങ് അറ്റ് ₹5,999, അങ്ങനെയൊക്കെ പ്രൊമോഷൻ കൊടുക്കുന്നതാണ്. അപ്പൊ ഈ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്താൽ പിന്നെ ഇത് പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ സേവിങ്സ് ഇൻ ഫ്ലൈറ്റ് പ്രൊമോഷൻ 28,000. ഇതൊക്കെ ലാഭിക്കാൻ പറ്റും. ഹാങ്ങർ പാർക്കിംഗ് ഫീ അറ്റ് ഡെസ്റ്റിനേഷൻ, അതിനെന്തോ നോട്ട് ഉണ്ട്, നമുക്ക് നോക്കാം. ഹാങ്ങർ പാർക്കിംഗ് ഫീ Hangar parking fee is a standard fee charged for aircraft at all airport. പാർക്കിംഗ് ഫീ ആണ് ഇത്, ഏത് എയർപോർട്ടിലാണെങ്കിലും വരുന്ന കോസ്റ്റ് ആണ്. വിച്ച് മീൻസ് നമ്മൾ ഈ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് എന്ത് പറ്റും, ഈ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്താലും ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി പാർക്ക് ചെയ്യേണ്ടി വരും അല്ലേ. ഫ്ലൈറ്റ് എയർപ്ലെയിൻ എവിടെയെങ്കിലും നിർത്തിയിടണ്ടേ. അപ്പോൾ അത് സ്റ്റാൻഡേർഡ് ചാർജ് ആണ് ഈ 7,000. വിച്ച് മീൻസ് നമുക്ക് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്താലും ഈ 7,000 ലാഭിക്കാൻ പറ്റൂല. ഈ ഇത്രയും നേരം വേറെ എവിടെയെങ്കിലും എയർപോർട്ടിൽ കൊണ്ടുപോയി ഇടേണ്ടി വരും, അപ്പോഴും നമുക്ക് കോസ്റ്റ് വരും. ക്ലിയർ അല്ലേ, പാർക്കിംഗ് കോസ്റ്റ് വരും. അപ്പൊ അതുകൊണ്ട് ഹാങ്ങർ പാർക്കിംഗ് ഫീ അൺഅവോയ്ഡബിൾ എക്സ്പെൻസ് ആണ്, ഇറലവൻറ്റ്. ഹാങ്ങർ പാർക്കിംഗ് ഫീ അൺഅവോയ്ഡബിൾ എക്സ്പെൻസ്, ഹെൻസ് ഇറലവൻറ്റ്. മനസ്സിലായോ? ഒന്നെങ്കിൽ ലേയിൽ പാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ലേയിലോട്ട് പോകണില്ലെങ്കിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. ഏത് എയർപോർട്ടിലും ചാർജ് സ്റ്റാൻഡേർഡ് ആയിട്ട് ചാർജ് ചെയ്യണ റുപ്പീസാണ്, എമൗണ്ട് ആണത്. അപ്പോൾ അത് അൺഅവോയ്ഡബിൾ ആണ്. കഴിഞ്ഞില്ലേ? ലാസ്റ്റ് ഒരു പോയിന്റും കൂടെ പറയുന്നുണ്ട്. ഈ ഫ്ലൈറ്റ് GB022 ഇസ് ഡ്രോപ്ഡ്, കമ്പനി ഹാസ് നോ ഓതറൈസേഷൻ അറ്റ് പ്രസന്റ് ടു റീപ്ലേസ് ഇറ്റ് വിത്ത് അനദർ ഫ്ലൈറ്റ്. അതായത് ഇത് ക്യാൻസൽ ചെയ്താൽ വേറെ ഫ്ലൈറ്റ് ഒന്നും വരുന്നില്ല. അപ്പം അതിനർത്ഥം നമുക്ക് ഈ കോൺട്രിബ്യൂഷൻ ലോസ് ഉണ്ട്, പക്ഷെ വേറെ കോൺട്രിബ്യൂഷൻ കിട്ടൂലേ? ഇല്ല, കിട്ടണില്ല. കാരണം എന്താ, അവർ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് വേറെ ഫ്ലൈറ്റിനുള്ള ഓതറൈസേഷൻ ഒന്നും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺട്രിബ്യൂഷൻ നമുക്ക് പോകും. ഓക്കെ, ലോസ് ഇൻ കോൺട്രിബ്യൂഷൻ നമുക്ക് എഴുതാനുള്ളതാണ്. സേവിങ്സ്, ലോസ് ഇൻ കോൺട്രിബ്യൂഷൻ, യെസ്, ലോസ് ഇൻ കോൺട്രിബ്യൂഷൻ. ഒരു ഐറ്റം മിസ്സാക്കിയിട്ടുണ്ട് കേട്ടോ, ലാസ്റ്റ് നോക്കാന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഡൗട്ട് വന്നുകൊണ്ടാണ്. അതാണ് നോക്കാം നമുക്ക്, എന്നിട്ട് ടോട്ടൽ ചെയ്യാം. ഓവർനൈറ്റ് കോസ്റ്റ് മാത്രം എനിക്കൊരു ചെറിയ ഡൗട്ട്. ഓവർനൈറ്റ് കോസ്റ്റ് അറ്റ് ഡെസ്റ്റിനേഷൻ എന്നല്ലേ പറഞ്ഞേക്കണം. അപ്പൊ എന്ത് ചെയ്യണം, ലേയിലുള്ള ഓവർനൈറ്റ് കോസ്റ്റ്. ഈ ഫ്ലൈറ്റ് ഇല്ലെങ്കിൽ ഇവർക്ക് ഓവർനൈറ്റ് കോസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് സേവിങ്സ് ആയിട്ട് എടുക്കാം എന്നാണ് തോന്നുന്നത്. സേവിങ്സിനോ അത് നമുക്ക് ലാസ്റ്റ് ചെക്ക് ചെയ്യണം, എനിക്ക് ആൻസർ ചെക്ക് ചെയ്യണം എന്താണ് റീസൺ. എനിക്കിപ്പോൾ തോന്നണത്
ഓവർനൈറ്റ് കോസ്റ്റ് അല്ലേ ഈ ഫ്ലൈറ്റ് ഇല്ലെങ്കിൽ, അതായത് ഫ്ലൈറ്റ് ക്രൂ ഒക്കെ പുറത്തു പോയി താമസിക്കുന്നതിന്റെ കോസ്റ്റ്. ഓവർനൈറ്റ് ലേയിൽ പോയി അവർക്ക് അവിടെ താമസ സൗകര്യമൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഈ ഫ്ലൈറ്റ് ഇല്ലെങ്കിൽ അത് വേണ്ടി വരില്ലല്ലോ. 12,600 സേവ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. നമുക്ക് ചെക്ക് ചെയ്യാം. നെറ്റ് സേവിങ്സ് ആണോ ലോസ് ആണോ എന്നൊന്ന് പറഞ്ഞിടാം. എല്ലാവരും ആഡ് ഒക്കെ ചെയ്ത് നോക്കിയേ. ആൻസർ ഞാൻ ചെക്ക് ചെയ്യട്ടെ. $31,500 plus 2,30,000 plus 49,000 plus 28,000 plus 12,600 359,100. ഇതാണ് സേവിങ്സ്. 359,100 മൈനസ് ഇത്രയും കോൺട്രിബ്യൂഷൻ പോവും. നെറ്റ് ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് എന്നുള്ളത് ബ്രാക്കറ്റിൽ എഴുതാം നമുക്ക്. മൈനസ് 588,000 ചെയ്താൽ ബ്രാക്കറ്റിലാണ് ആൻസർ വന്നത്. 228,900. യെസ്, ആൻസർ കറക്റ്റാണ് കേട്ടോ. സിയുടെ ആൻസർ കറക്റ്റ്, ബുക്കിലുള്ള ആൻസർ കറക്റ്റ്. 228,900. 228 അൻസിൽ ഞാൻ പറയാവേ. അത് പറയാം. 228,900 നെറ്റ് ഇൻക്രിമെന്റൽ ലോസ് ആണ്. എപ്പോഴുള്ള ലോസ്? ക്വസ്റ്റിന്റെ ഹെഡിങ് വായിച്ചു നോക്കിയേ. നെറ്റ് ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഡ്രോപ്പിംഗ് ദ ഫ്ലൈറ്റ് ആണ്. അതായത് ഈ ഫ്ലൈറ്റ് അവസാനിപ്പിച്ച, നിർത്തിക്കളഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും അധിക ലോസ് വരും. വിച്ച് മീൻസ് ദിസ് ഫ്ലൈറ്റ് ഷുഡ് നോട്ട് ബി ഡ്രോപ്ഡ് ആണ്. റെക്കമെൻഡേഷൻ: ഫ്ലൈറ്റ് ഷുഡ് നോട്ട് ബി ഡ്രോപ്ഡ് ബിക്കോസ് ദർ വിൽ ബി ആൻ അഡീഷണൽ ലോസ് ഓഫ് 228,900. ഇപ്പൊ എന്താണ് കമ്പനിയുടെ പ്രോഫിറ്റ് ഓർ ലോസ്? അതിൽ നിന്ന് ഒരു 228,900 കൂടി കമ്പനിക്ക് നഷ്ടമാവും. ദിസ് ഫ്ലൈറ്റ് ഷുഡ് നോട്ട് ബി ഡ്രോപ്ഡ്. പ്രോഫിറ്റ് വിൽ ഡിക്രീസ് ബൈ 228,900. കേട്ടോ, റെക്കമെൻഡേഷൻ. Flight should not be dropped. Profit will decrease by 228,900. ഓക്കെ, ഫ്ലൈറ്റ് ഡ്രോപ്പ് ചെയ്യണ നഷ്ടമാണ്. കാരണം കൂടുതൽ എക്സ്പെൻസ് ഇറലവന്റ് എക്സ്പെൻസ് ആണ്. നമ്മളിതിൽ എടുത്തില്ല. കാരണം ഫ്ലൈറ്റ് നിർത്തിയില്ലെങ്കിലും ആ എക്സ്പെൻസ് അങ്ങനെ തന്നെ തുടരും. ഓക്കെ, അൻസിൽ എന്താ ചോദിച്ചത്? ഒബ്സലസൻസ് അല്ലായിരുന്നെങ്കിലോ? അതായത് അവൻ ഉദ്ദേശിക്കുന്നത്, ഇവര് പറയുവാണ് ഡിപ്രീസിയേഷൻ ഡ്യൂ ടു വെയർ ആൻഡ് ടയർ എന്നാണെങ്കിൽ, ഡിപ്രീസിയേഷൻ ഓഫ് എയർക്രാഫ്റ്റ് ഡ്യൂ ടു വെയർ ആൻഡ് ടയർ എന്നുള്ള വാക്കാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ യാത്ര പോകുന്നത് കൊണ്ടാണ് വെയർ ആൻഡ് ടയർ. അപ്പോൾ ഈ യാത്ര പോകുന്നില്ല, നിർത്തിയിട്ടേക്കുവാണെങ്കിൽ വെയർ ആൻഡ് ടയർ ഇല്ല, അതുകൊണ്ട് ദിസ് ഡിപ്രീസിയേഷൻ ക്യാൻ ബി സേവ്ഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കേട്ടോ, സേവിങ്സിൽ എടുക്കാം. പക്ഷെ അത് പൊതുവേ നമ്മൾ എങ്ങനെയായിരിക്കും എന്ന് പറയട്ടെ. നമ്മൾ പഠിച്ചിട്ടില്ലടാ. നമ്മൾ ഈ റെലവൻറ്റ് കോസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടില്ലേ? ഡിപ്രീസിയേഷനിൽ നമുക്ക് മെഷീനറീനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. റെഗുലർലി യൂസ്ഡ് മെഷീനറി ഉണ്ട്, നോട്ട് റെഗുലർലി യൂസ്ഡ് മെഷീനറി ഉണ്ട്. റെഗുലർലി യൂസ്ഡ് മെഷീനറി ആണെങ്കിൽ റെലവൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഡിക്രീസ് ഇൻ റീപ്ലേസ്മെന്റ് കോസ്റ്റ്. അതായത് ഈ ഫ്ലൈറ്റിന്റെ ഇപ്പോഴത്തെ റീപ്ലേസ്മെന്റ് കോസ്റ്റ് 1,00,000 ഈ യാത്ര കഴിഞ്ഞു കഴിഞ്ഞാൽ റീപ്ലേസ്മെന്റ് കോസ്റ്റ് കുറഞ്ഞ് 80,000 ആവും. അങ്ങനെ പറയുവാണെങ്കിൽ ഈ യാത്ര കാരണം കൊണ്ടുള്ള ഡിപ്രീസിയേഷൻ എത്രയാണ്? 20,000. ഓർക്കണില്ലേ നമ്മളിത് പഠിച്ചത്? ഇഫ് ദ മെഷീനറി ഈസ് റെഗുലർലി യൂസ്ഡ് മെഷീനറി, നമ്മൾ ഡിപ്രീസിയേഷൻ ആയിട്ട് എടുക്കുന്നത് എന്താണ്? ഡിക്രീസ് ഇൻ റീപ്ലേസ്മെന്റ് കോസ്റ്റ് ആണ്. ഇഫ് ഇറ്റ് ഇസ് എ നോട്ട് റെഗുലർലി യൂസ്ഡ് മെഷീനറി, അതായത് ഈ ഫ്ലൈറ്റ് ഉപയോഗിക്കാതെ, ഈ സിറ്റുവേഷൻ അല്ല, ഉപയോഗിക്കാതെ നിർത്തിയിട്ടേക്കുന്ന ഫ്ലൈറ്റ് ആണെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത് ഇന്ന് സെല്ല് ചെയ്ത് എത്ര രൂപ കിട്ടും? 50,000 രൂപ കിട്ടും. ഈ ഒരു കോൺട്രാക്ട് കഴിഞ്ഞ് സെല്ല് ചെയ്ത, ഈ ഒരു കോൺട്രാക്ടിന് വേണ്ടി മാത്രം നമ്മൾ സ്പെഷ്യലായിട്ടൊന്ന് ഉപയോഗിക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് സെല്ല് ചെയ്ത് എത്ര രൂപ കിട്ടും? 45,000 രൂപ കിട്ടും. അപ്പോൾ നമ്മൾ പറയും ഓക്കെ, ഈ ഒരു കോൺട്രാക്ട് കാരണം കൊണ്ട് സെയിൽ വാല്യൂ 5,000 രൂപ കുറഞ്ഞു പോകും. അപ്പോൾ ആ 5,000 ആണ് നമ്മൾ എന്തായിട്ട് എടുക്കാൻ പോണത്? ഡിപ്രീസിയേഷൻ ആയിട്ട് എടുക്കാൻ പോണത്. ഓർക്കണല്ലേ, രണ്ട് സിറ്റുവേഷൻ ഉണ്ട്: റെഗുലർലി യൂസ്ഡ് മെഷീനറി, നോട്ട് റെഗുലർലി യൂസ്ഡ് മെഷീനറി. യെസ് അൻസിൽ, ക്ലിയർ അല്ലേടാ? അപ്പോൾ ഓക്കെ, ശരി.